ഓഡിറ്റോറിയത്തിനകത്തല്ലേ പ്രോഗ്രാം? അതെ. സൗണ്ട് സിസ്റ്റം നേരത്തെ ടെസ്റ്റ് ചെയ്യണം. എക്കോ ഉണ്ടോ എന്ന് നോക്കണം. എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങളൊരു അഡ്വാൻസ് കൊടുക്കണമല്ലോ. കൊടുത്തോളൂ. അയ്യോ, ഞാൻ സാറ് വാങ്ങിച്ചാ മതി. ഗാനമേള നടത്തുന്നത് കുട്ടിയാണ്. അഡ്വാൻസും ബാക്കി തുകയും വാങ്ങേണ്ടത് വേറെ ആരുമല്ല. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഈശ്വര എന്ന് ധ്യാനിച്ചിട്ട് ഐശ്വര്യമായിട്ട് വാങ്ങുക. നന്നായി വരും. ഇതങ്ങ് വാങ്ങ. താനാണല്ലോ ഇപ്പൊ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ. ഓരോ കപ്പ് ചായ എന്താ ഇപ്പൊ എടുക്കാം. പ്രോഗ്രാമിന് രാംജി സാറും വരണം. മീരയുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ? വരാം. സാറിന്റെ പേര് ഞങ്ങൾ നോട്ടീസിൽ വെച്ചോട്ടെ. അതെന്തിനാ? മീരയുടെ പ്രോഗ്രാം അല്ലേ ബുക്ക് ചെയ്തത്? അക്കൂട്ടത്തിൽ എന്റെ പേരെന്തിനാ? എന്നാലും അങ്ങനെയല്ലല്ലോ. എന്താ അങ്ങനെയല്ലാന്ന്? ഞാൻ വരുന്നത് മീരയ്ക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയാ. ബിഹൈൻഡ് ദ കർട്ടൻ. അതിന്റെ ഇടയിൽ എന്റെ പേരോട് ചേർത്തൊരു കച്ചവടം അത് വേണ്ട. ഒരു കപ്പ് കാപ്പി ഇടണമെങ്കിൽ എത്ര നേരം കാത്തിരിക്കണം? നീലിമേ, മുൻമേ സൂർജ് ഗസ്റ്റ് ഉള്ളത് അറിയില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നാ. ഒരു ഗാനമേള വെറുതെ അല്ല, ഉറുപ്പ്യ 10,000 ആ കുട്ടിക്ക് അവർ എണ്ണി കൊടുത്തത്. അതിനും വേണേ ഒരു ഭാഗ്യം. ഇന്നെന്താ ഒരിടത്ത് അടങ്ങിയിരുന്ന് പലഹാരം തിന്നാന്ന് വെച്ചത്? കളിയും കസർത്തും ഇന്നില്ലേ? ഹലോ, 361195. ശിവേട്ട, ഇത് ഞാനാ, നീലിമ. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? എനിക്ക് കുറച്ച് പർച്ചേസിന് പോവാനുണ്ട്. വിൽ യു കം വിത്ത് മീ? ശിവേട്ടന്റെ സെലക്ഷൻ ഒന്നാം തരാന്നാ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കോംപ്ലിമെന്റ്. പക്ഷെ നീലി ഇന്ന് വയ്യ. വൈ? ഞങ്ങളുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ ആണ് ഇന്ന്. റീനയാ, ഐ മീൻ മീരയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് മീര സമ്മതിച്ചത് തന്നെ. അപ്പൊ പിന്നെ ഹോസ്റ്റായിട്ട് ഞാൻ ത്രൂ ഔട്ട് നിന്നില്ലെങ്കിൽ ഹലോ ഹലോ നീലിമേ, ഇന്നൊരു ഫംഗ്ഷന് പോവാൻ ഏറ്റുപോയി. നീലിമയുടെ ശിവേട്ടന്റെ നിർബന്ധ. ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. എനിക്കിതൊന്നും ശീലമില്ല. ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ കൂടെ വരുമോ? അകമ്പടിക്ക് പോയി എനിക്ക് ശീലമില്ല. വെറുതെ കൂടെ വന്നാ മതി. മനസ്സിലായി? അതുകൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത്. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ച ഒറ്റയ്ക്കല്ലേ? പോകുന്ന ഒറ്റയ്ക്ക് മതി. ബുത്തൂസ് നമ്പർ 1 താൻ അത് തന്നെയാ. റീന പെട്ടെന്ന് ഫേമസ് ആയി. കാണാൻ ആൾക്കാർ വരുന്നു. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അച്ഛന്റെ അമ്മയുടെ കടമയല്ലേ? അവിടെ ചിലപ്പോൾ പ്രയോറിറ്റീസ് മാറിപ്പോവും. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. അതിനിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാന്ന് വെച്ചാ എനിക്കറിയാം. എന്തറിയാം? ശിവന്റെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടെന്ന്. ഒരു കിഴുക്കിയാൻ പറ്റുന്നാലുണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ സ്റ്റോപ്പ് ഇടാവോ? നോക്ക്, എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്. തനിക്ക് സ്പോർട്സ് ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ ഇപ്പോ കപിൽ ദേവോ തെണ്ടുൽക്കറോ ഈ വഴി വന്നാ താൻ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? എക്സൈറ്റഡ് ആയി ചാടി പുറകെ പോവില്ലേ? അതിനർത്ഥം താൻ എന്നെ തഴിഞ്ഞു എന്നാണോ? സില്ലി സില്ലി, സ്റ്റുപ്പിഡ്. അത് തന്നെയാണ് ഞാൻ. ശിവേട്ടൻ പറഞ്ഞതാ ശരി. വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. ബുദ്ധൂസ്. എനിക്ക് അവകാശപ്പെട്ടിടത്ത് അതിഥിയായി വന്ന ഒരാളെ വെറുതെ പേടിക്കേ? തനി കഴുത, ആനമണ്ടി.
ആ താനാ കൈ കൊണ്ട് തരിക. മുഖമൊന്നും ചൊളിക്കണ്ട, ഒരൽപ്പം കഴിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ കണക്കാക്കാണ്ട് അകത്തേക്ക് കയറി വരികയും ചെയ്തു. അതിനെ ഇവിടെ ഒരു കാരണമുണ്ട്. താനാ കൈ ഇങ്ങോട്ട് ആടോ. പ്രസ് ക്ലബിൽ നിന്ന് അറിഞ്ഞത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. താനാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഓഹോ, തന്നെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമല്ല, അതിലും വലിയ സന്തോഷം. ഏറ്റവും മികച്ച ഗായിക നമ്മുടെ മീരയാണ്. അതേടോ, ആ കുട്ടിയുടെ ആദ്യത്തെ പാട്ട് നമ്മുടെ പാട്ട്. ആരാ അവിടെ? മീര? ഹലോ, ആ അതെ അതെ, വർമ്മയാണ്. അറിഞ്ഞു, നമ്മുടെ കവി ഇവിടെ ഉണ്ട്. ആ ഓക്കെ, താങ്ക് യു. ഓക്കെ, ചെലവ് ഇങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്? ആ കുട്ടി ഇവിടെ ഉണ്ട്. ആ അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇടൂ, അതെ, മീരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. അതെയോ? എനിക്കോ? കുട്ടിക്ക് മാത്രല്ല, ഗുരുവിനോട്. Many happy returns of the day. Thank you. Hearty congrats for your state award. Thank you. Welcome. റീനയ്ക്ക് മാത്രമല്ല, മാമനുണ്ട് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ആഹാ. തനിക്കിതെന്തോ മാനിയാണ്. അച്ഛൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു സിംഗർക്ക് അവാർഡ് കിട്ടിയെന്നറിയുമ്പോൾ ആരായാലും എക്സൈറ്റഡ് ആയി പോവും. എടോ, സത്യത്തിൽ തന്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചത്. അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് റീനയ്ക്ക് കൊടുത്തു. ഇതൊക്കെ തന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നും ഇതിനൊക്കെ കാരണം റീനയാണെന്നും കരുതിയാൽ ഭയങ്കര ബോറാണ് കേട്ടോ. ഒരു കാര്യം താൻ ആദ്യം വിശ്വസിക്കും, അച്ഛനും അമ്മയ്ക്കും സന്താനം എന്ന് പറയാൻ താൻ ഒരാളേ ഉള്ളൂ. എന്റെ മനസ്സിലും താൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നോടുണ്ട്. ഇതൊക്കെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കണം എല്ലാവരും. മനുഷ്യനായ കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. ഇനി ഇങ്ങനെ സില്ലിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യ്. സേ പ്രോമിസ്. പ്രോമിസ്. അവാർഡും പത്രത്തിലെ ഫോട്ടോകളും ടെസി സിസ്റ്റർക്ക് അവിടെ മഠത്തിൽ ഉത്തരം മുട്ടിക്കാണും. പാവം, അതാ ഇങ്ങനൊരു കത്ത്. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഞാനൊന്ന് പോയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ ടെലഗ്രാം വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും. പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം, അത് കഴിഞ്ഞ് കൽക്കത്തയ്ക്ക് എഴുതാൻ പറയും അപർണയ്ക്ക്. ചിലപ്പോൾ എന്നെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടും, നേരിട്ട് വിളിച്ചോണ്ട് വരാൻ. അറിയാലോ സ്വഭാവം. ഞാൻ എന്താ വേണ്ടത്? അതമ്മയ്ക്കും അറിയില്ല മോളെ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയാവുന്ന മനുഷ്യൻ എത്ര കാലം എല്ലാം മറച്ചു വെച്ചിങ്ങനെ കഴിയും? സത്യം എന്നായാലും പുറത്തു വരും. അന്ന് ആ മനസ്സ് പിടയുന്നത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നും പറയരുതമ്മേ.
നീലിമേ, മുൻവശത്ത് കുറച്ച് ഗസ്റ്റുകളെ അറിയാൻ പാടില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നതാ. ഈ മിടുക്ക് പഠിക്കുന്ന വിഷയത്തിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ. മുട്ടോളം മുടി, തുമ്പത്തി തുളസിപ്പൂ, നെറ്റി ചന്ദനക്കുറി, ഒന്നരെ മുൻകൊടുത്തൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം. പക്ഷെ സോറി, ആ വിഷം എനിക്ക് ചേരില്ല. ഇതാ കണ്ടു, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം അണിഞ്ഞൊരുങ്ങും. എവിടേക്കാ അമ്മ പോയത്? അമ്മയോ? ഏതമ്മ? അമ്മ അമ്മ എവിടേക്കാ പോയത്? അമ്പലത്തില് എന്തോ സ്പെഷ്യൽ വഴിപാടുണ്ടത്രേ, അവാർഡ് കിട്ടിയത് പ്രമാണിച്ച്. ആർക്ക് അവാർഡ് കിട്ടിയതിന്? അച്ഛനോ അതോ? എനിക്കാവില്ല, ആണെങ്കിൽ എന്നെയും കെട്ടി എഴുന്നള്ളിക്ക് വരുന്നല്ലോ. ഇതിപ്പോ ആ കുട്ടിക്കാവും. ആ കുട്ടിക്ക് മാത്രം എന്താ ഇവിടെ ഇത്ര പ്രത്യേകത? ഏയ്, നീ എന്താ ഈ പറയണേ? പിന്നല്ലാണ്ട് എത്ര ട്രോഫി മെഡലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു വഴിപാടും കഴിച്ച് കണ്ടിട്ടില്ല. പോട്ടെ, ഒരു കോംപ്ലിമെന്ററി വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും റീന റീന റീന. ഇങ്ങനൊരു മോളി വീട്ടിലില്ല. റീനയെ കണ്ട് പഠിക്ക്, ഇങ്ങനെ വേണം ചെയ്യാൻ, നടക്കാൻ, മിണ്ടാൻ, അനങ്ങാൻ. അയ്യോ, അച്ഛന് തമാശ. കുറെ നാളായി ഞാൻ സഹിക്കണു. എന്റെ അടുത്തൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് മോളേന്ന് വിളിച്ചൊന്ന് തലോടിയിട്ട് എത്ര നാളായിന്നറിയോ അമ്മ. അച്ഛനും കൂട്ടാ എല്ലാത്തിനും. മണ്ടി. അയ്യോ, നിന്റെ മനസ്സിൽ കിടന്ന് ഈ നൊരബന്ധുന്നുണ്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ കുശുമ്പ്. നിന്റെ വീട്, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, ഇതൊക്കെ ഇനി പ്രത്യേകം തഴുകി തലോടിയാലേ മോക്ക് മനസ്സിലാവൂ. മോള് വാ. നിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഒരെതിര്, ഒരു തടസ്സം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? വാ. എതിര് പറയേണ്ടിരുന്ന എല്ലാം ആയല്ലോ. ആ, ഈ അസുഖത്തിന് അച്ഛന്റെ കയ്യിൽ ഒരൊറ്റമൂലിയുണ്ട്. സംഗീതം കൊണ്ട് ഭേദമാക്കാൻ കഴിയാത്ത ഒരസുഖവും ഈ പ്രപഞ്ചത്തിലില്ല. കഥന കുതൂഹലം എന്നൊരു രാഗമുണ്ട്, അത് അച്ഛൻ മോളുടെ ചെവി പാടിത്തരാം. ഇവിടെ കിടക്കാം. വാ. എനിക്ക് മനസ്സിലായി, ആരുമില്ല എന്റെ കൂടെ ഈ വീട്ടില്. മോളെ നീലി,